റഹീം. അത്ഭുത പരതന്ത്രനായ അദ്ദാസ് ചോദിച്ചു, ഇത് ഇവിടത്തുകാർ ചൊല്ലാറില്ലല്ലോ, അത്ഭുതകരമായിട്ടുണ്ടല്ലോ ഈ മന്ത്രം. മുന്തിരിങ്ങ കൊണ്ടുപോയി കൊടുത്ത ഭൃത്യനായ ദാസനായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ അവശരിൽ അവശരായ ഉത്ബത്തിന്റെ തോട്ടപ്പണിക്കാരൻ, മുതലാളിയുടെ രാജാവിന്റെ തോട്ടപ്പണിക്കാരൻ, അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിനിധി, മർദ്ദിതരുടെ പ്രതിനിധി, അവശരുടെ പ്രതിനിധി, ഇത് എല്ലാവരും ഈ നാട്ടുകാർ ചൊല്ലാത്ത വാക്കാണല്ലോ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പൊ നിങ്ങളുടെ നാട് എവിടെയാണ്? എന്റെ നാട് നിനേവ എന്ന് അദ്ദാസ് പറയുമ്പോ പരിശുദ്ധ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ യൂനുസിന്റെ നാട്ടുകാരനാണല്ലേ? അത്ഭുതം വർദ്ധിക്കുകയാണ് അദ്ദാസിന്റെ. അദ്ദാസ് ചോദിച്ചു, യൂനുസിനെ അറിയുമോ? യൂനുസിനെ അറിയും, യൂനുസ് എന്റെ സഹോദരനാണ്, യൂനുസ് ദൈവദൂതരായിരുന്നു, ഞാനും ദൈവദൂതരാണെന്ന് പരിശുദ്ധ റസൂൽ. നിങ്ങളുടെ പേരെന്താണ്? പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ ഭൃത്യരുടെ ഭൃത്യനായ അദ്ദാസ് ചോദിക്കുമ്പോൾ അവിടുത്തെ സ്വർഗീയ ചുണ്ടുകൾ മൊഴിഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഞാൻ ചെന്ന് സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ നിൽക്കുമ്പോ സ്വർഗത്തിന്റെ വാതിൽ കരവരാ ശബ്ദമുണ്ടാക്കി തുറക്കപ്പെടാൻ പോകുമ്പോ, ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് ചോദിക്കും, ആരാണ്? ഞാൻ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു ആ മുഹമ്മദ്. ഉടൻ തന്നെ അദ്ദാസ് പറയുകയാണ്, ഞാൻ തൗറാത്തിൽ നിങ്ങളുടെ പേര് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മക്കയിൽ നിങ്ങൾ പിറക്കുമെന്ന് ആ ഗ്രന്ഥത്തിലുണ്ട്, മക്കക്കാർ നിങ്ങളെ ബഹിഷ്കരിക്കുമെന്നും ആ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അന്തിമമായി അങ്ങയുടെ തത്വങ്ങൾ ലോകത്ത് ജയിക്കുമെന്നും ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്.